റംസാൻ നോമ്പുകാലത്ത് പഴങ്ങളോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഈന്തപ്പഴത്തിനാണ്. രാജ്യത്ത് ഈന്തപ്പഴം ഉൽപാദനമില്ലാത്തതിനാൽ പ്രധാനമായും ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ഇറാനെതിരെ US-ഇസ്രായേൽ സഖ്യം നടത്തുന്ന യുദ്ധ പശ്ചാത്തലത്തിൽ കേരളത്തിലേക്കുള്ള ഈന്തപ്പഴം ഇറക്കുമതിയും പ്രതിസന്ധിയിലാണ്. എന്നാൽ നോമ്പുകാലം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സംസ്ഥാനത്തെങ്ങും ആവശ്യത്തിന് ഈന്തപ്പഴം സ്റ്റോക്കുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. സംസ്ഥാനത്തേക്ക് ഇറാൻ, സൗദി എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഈന്തപ്പഴം പ്രധാനമായും എത്തുന്നത്. കൂടാതെ അൾജീരിയ, ജോർദാൻ എന്നിവിടങ്ങളിൽ നിന്നും കേരള തീരത്തേക്ക് ഈന്തപ്പഴം എത്തുന്നുണ്ട്. കൊച്ചി തുറമുഖത്തെത്തുന്ന ഉൽപ്പന്നങ്ങൾ വ്യാപാരികൾ സംഭരണശാലകളിൽ എത്തിക്കുകയും അവിടെ നിന്നാണ് ഓരോ വിപണിയിലേക്കും എത്തിക്കുന്നത്. നിലവിൽ ഹോർമൂസ് പാത അടച്ചതിനാൽ പുതിയ ഈന്തപ്പഴങ്ങളുടെ വരവ് നിലച്ചിരിക്കുകയാണ്. ഈ സ്ഥിതി തുടർന്നാൽ മാർച്ച് അവസാനത്തോടെ വിതരണ ശൃംഖല പ്രതിസന്ധിയിലാകും. റംസാൻ വിപണി മുന്നിൽ കണ്ട് സാധാരണ ജനുവരി മുതൽ വ്യാപാരികൾ ഈന്തപ്പഴം സ്റ്റോക്ക് ചെയ്യാറുണ്ട്. ദീർഘനാൾ കേടുകൂടാതെ ഇരിക്കുന്നതിനാൽ സീസൺ അനുസരിച്ചാണ് ശേഖരണം ഉയർത്തുക. റംസാൻ മാസം മാത്രം സംസ്ഥാനത്ത് 4000 മുതൽ 5000 ടൺ വരെ ഈന്തപ്പഴങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ടെന്നാണ് കണക്ക്. അജ്വ, മെദ്ജൂൽ, സഫാവി, മറിയം തുടങ്ങിയവയാണ് ഈന്തപ്പഴത്തിലെ പ്രധാന ഇനങ്ങൾ. കിലോയ്ക്ക് ശരാശരി 200 രൂപ മുതൽ 1200 രൂപ വരെയുള്ള ഈന്തപ്പഴം വിപണിയിലുണ്ട്. മുന്തിയ ഇനങ്ങളിൽ ചിലതിന് 2000 രൂപയ്ക്ക് മേലെയാണ് വില. ഈന്തപ്പഴത്തിന്റെ തരവും ഗുണനിലവാരവും അനുസരിച്ചാണ് വില. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.